SpaceXന്റെ $1.8 ട്രില്യൺ IPO വന്ന വാർത്ത നിങ്ങൾ ഇതിനകം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ രാജ്യത്തിൻ്റെ ടോട്ടൽ GDPയുടെ പകുതിയോളം വരുന്ന ഒരൊറ്റ കമ്പനിയുടെ വില. ഇതൊരു നോർമലി ഇത്രയും കാലം പ്രൈവറ്റ് ആയിരുന്ന കമ്പനി ഏകദേശം 24 വർഷങ്ങൾക്ക് ശേഷം പബ്ലിക് ആവുകയാണ്. അത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിനേക്കാളൊക്കെ രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇലോൺ മസ്കിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ടല്ലോ. അപ്പോൾ SpaceX പബ്ലിക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അത് ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ IPO ആണ്. $75 ബില്യൺ അവരതിലൂടെ കളക്ട് ചെയ്തിട്ടുള്ളത്. 4 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിരുന്നു. ആ ഫാക്റ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇലോൺ മസ്ക് ലോക ചരിത്രത്തിൽ ആദ്യത്തെ ട്രില്യണർ ആവുമ്പോഴാണ്. പേപ്പർ മണിയാണ് അത് പറഞ്ഞാൽ നമുക്ക് തൽക്കാലത്തേക്ക് ആശ്വാസം കൊള്ളാം. പക്ഷേ നമുക്കിതിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. സാധാരണയായിട്ട് ഒരു കമ്പനി പബ്ലിക് ആകുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുക ബാലൻസ് ഷീറ്റുകളാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ഇത്ര ലാഭം ഉണ്ടായിരുന്നു, ഈ വർഷം ഇപ്പോൾ എത്രയുണ്ട്, ഇനി അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് ഇത്ര പ്രതീക്ഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാണ് സംഭവിക്കുക. പക്ഷേ SpaceX മണി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള ബാലൻസ് ഷീറ്റുകളൊന്നും അല്ല. അതിന് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരുടെ ലാസ്റ്റ് ഇയർ റവന്യൂവിൻ്റെ 95-96 ടൈംസാണ് അവർ കറൻറ്റ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഈ വാല്യുവേഷൻ അവർ ജസ്റ്റിഫൈ ചെയ്യുന്നത് ഒരു ടോട്ടൽ അഡ്രസ്സിബിൾ മാർക്കറ്റ് ഓഫ്, അതായത് അവർ ബിസിനസ്സൊക്കെ ചെയ്താൽ ഇത്ര വരെ എടുക്കാൻ പറ്റുന്ന മാർക്കറ്റ് എന്നുള്ള നിലയ്ക്ക് കാണിക്കുന്നത് ഏകദേശം 28 ട്രില്യണാണ്. അതിൽ 26 ട്രില്യണും കിടക്കുന്നത് റോക്കറ്റ്സ് മറ്റ് സംഭവങ്ങളൊന്നുമല്ല, പകരം AI ആണ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർ കാണിച്ച ബാലൻസ് ഷീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് അത്ര വീക്കായിട്ട് അവരെ നിലവിലുള്ള വാല്യുവേഷനെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പകരം അവർ കാണിച്ചത് ഒരു സിനിമയാണ്, ബേസിക്കലി ഒരു ഷോർട്ട് ഫിലിം. ഏകദേശം 18 മിനിറ്റുള്ള വീഡിയോയിൽ അവർ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ബഹിരാകാശത്ത് ഇങ്ങനെ ഒഴുകി നടക്കുന്ന സോളാർ പവേർഡ് ആയിട്ടുള്ള ഡാറ്റാ സെൻറ്ററുകൾ, ചന്ദ്രനിൽ മനുഷ്യൻ കെട്ടിപ്പടുക്കാൻ പോകുന്ന പുതിയ ലൂണാർ ഇക്കോണമി, ബഹിരാകാശത്ത് ഒരുപാട് ഉൽക്കകളില്ലേ, ആസ്ട്രോയിഡുകൾ, അത് മൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഭാവിയിലുള്ള ഒരുപാട് പൈസ. ഇതൊക്കെയാണ് അവരുടെ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ ലാഭമാണ് ഞങ്ങളുടെ പിച്ച് എന്നല്ല അവർ പറയുന്നത്. പകരം ഭാവി ഇതാണ്, ഈ വരാൻ പോകുന്ന ഭാവിയുടെ ഒരു പങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ SpaceXൻ്റെ ഷെയർ നിങ്ങൾ എടുത്തോ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ 4 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആയി. $75 ബില്യൺ സ്റ്റോക്കാണ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇലോൺ മസ്ക് ശരിക്കും വിൽക്കുന്നത് എന്താണ്, ആൾക്കാർ വാങ്ങുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഒരു കമ്പനി പ്രൈവറ്റിൽ നിന്ന് പബ്ലിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മീനിങ് കൂടിയുണ്ട്. ഇത്രയും കാലം അയാളുടെ കാര്യങ്ങൾ, അയാളുടെ കമ്പനി എന്നുണ്ടായിരുന്ന ഒരു വിഷയത്തെ നിലവിൽ പബ്ലിക് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അയാൾ എന്ത് സ്റ്റോറിയാണോ പറയുന്നത് ആ സ്റ്റോറി പബ്ലിക് അപ്രൂവ് ചെയ്യാണ്. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ മസ്കിൻ്റെ ഈ മൂവ്മെൻറ്റിനെ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അയാളുടെ ഗെയിം പ്ലാൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ശരിക്കും മസ്കിൻ്റെ ടോട്ടൽ എംപയറിനെ ഒന്ന് വിലയിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ആവശ്യമുണ്ട്. ഈ ഫൈനാൻസ് ലോകത്തൊക്കെ മസ്കിൻ്റെ കമ്പനികളെ കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻടാങ്കിൾഡ് എന്നുള്ളൊരു ടേമാണ്. എന്ന് വെച്ചാൽ മസ്കിൻ്റെ ഒരു കമ്പനികളും ഒറ്റപ്പെട്ടല്ല കിടക്കുന്നത്, പകരം അദ്ദേഹം ഒരു ഇക്കോ സിസ്റ്റമാണ് നടത്തുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ധാരണ കിട്ടണമെന്നുണ്ടെങ്കിൽ SpaceXൻ്റെ കാര്യം എടുത്ത് നോക്കുക. റോക്കറ്റുകളുണ്ട്, സാറ്റലൈറ്റുകളുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിന്നും നിലവിൽ ഇൻ്റർനെറ്റ് എത്തിക്കുന്ന 10,000-ലധികം സാറ്റലൈറ്റുകളുള്ള സ്റ്റാർലിങ്ക് ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അതുപോലെ ടെസ്ലയുണ്ട്, ഇലക്ട്രിക് കാറുകളുണ്ട്, ബാറ്ററി ഉണ്ട്, വലിയ എനർജി ബിസിനസ്സുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, കാർ കമ്പനിയേക്കാൾ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന പവർ ബിസിനസ്സൊക്കെ നടത്തുന്ന കമ്പനിയുണ്ട്. അതുപോലെ XAI എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി അവർക്കുണ്ട്. പണ്ട് നമ്മളൊക്കെ ട്വിറ്റർ എന്ന് വിളിച്ചിരുന്ന കമ്പനി ഇന്ന് X എന്നുള്ള പേരിൽ അവരുടെ കയ്യിലുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ മനുഷ്യൻ്റെ തലച്ചോറിനെ കമ്പ്യൂട്ടറിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ന്യൂറാലിങ്ക് അവരുടെ കയ്യിലുണ്ട്. ഇനി ഇതൊന്നും കൂടാണ്ട് ഇനി നമ്മുടെ ദുബായിൽ വരെ വരാൻ പോകുന്ന ബോറിംഗ് കമ്പനിയുണ്ട്. നഗരങ്ങൾക്കടിയിൽ ട്രാഫിക് ഇല്ലാത്ത ടണലുകളിലൂടെ ആളുകളെ കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെയുള്ള കമ്പനിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സുകളാണ്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള നിക്ഷേപന സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫൗണ്ടർ ഒന്നാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കമ്പനികൾക്കിടയിലൊക്കെ ഒരുപാട് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള വാളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ വാളുകൾ ഇങ്ങനെ അലിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കംപ്ലീറ്റ് നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഇക്കോ സിസ്റ്റമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാല്യുവേഷനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1.8 ട്രില്യൺ എന്നുള്ളത്. ഇത് പലരും അംഗീകരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മോസ്റ്റ് ഓഫ് ദ ടൈം ഇതൊരു ഹൈപ്പ് വാല്യുവേഷനാണ്. ഈ ഹൈപ്പ് വാല്യുവേഷനാണ് കേട്ടോ മസ്കിനെ ഇന്ന് ട്രില്യണറാക്കി മാറ്റുന്നതൊക്കെ. അപ്പോൾ മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ റിസർച്ച് ഫേം ഉണ്ട്. അപ്പോൾ അവർ ഈ പുതിയ IPOകളൊക്കെ വരുന്ന സമയത്ത് അതിനൊക്കെ നന്നായിട്ട് പഠിക്കാറുണ്ട്. അപ്പോൾ അവർ തന്നെ പറയുന്നത് സ്റ്റാർലിങ്ക് നല്ല അടിപൊളി പ്രോഫിറ്റബിൾ ബിസിനസ്സാണ്. സ്റ്റാർലിങ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുതിയൊരു കസ്റ്റമർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ തന്നെയാണ് ഡിവൈസൊക്കെ വാങ്ങുന്നത്. അതുകൊണ്ട് എത്ര തന്നെ സബ്സ്ക്രിപ്ഷൻ ആണോ കസ്റ്റമറുടെ അടുത്ത് നിന്ന് കിട്ടുന്നത് അതൊക്കെ പ്രോഫിറ്റാണ്. ഇതൊക്കെ കണക്കൂട്ടിയാൽ പോലും $780 ബില്യൺ SpaceXൻ്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള വാല്യുവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ മസ്ക് ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ 1.8 ട്രില്യൺ ഏകദേശം $1 ട്രില്യൺ വ്യത്യാസമുണ്ട്. ഈ $1
ട്രില്യൺ ഡോളറിൻ്റെ വ്യത്യാസമാണ് മസ്ക് പറയുന്ന ആശയങ്ങളോട് നമ്മളോട് വിശ്വസിക്കാൻ പറയുന്നതും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് 5-10 റുപ്യൻ്റെ മാറ്റമൊക്കെ ഉണ്ടാവും. ഈ 1 ട്രില്യൻ്റെ മാറ്റം മസ്കിൻ്റെ വിഷനിലുള്ള വിശ്വാസത്തിനാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ലോകം ഈ ചങ്ങാതിയെ ഒരുപാട് ഓവർ റേറ്റ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇയാളുടെ മേലെ ഓവർ റേറ്റിംഗ് എന്നുള്ളത് ഒരു എക്സാക്ട് ടേം ആണെന്ന് അറിയില്ല. കാരണം ഈ ചങ്ങാതി ഒരുപാട് കാര്യങ്ങൾ അതുപോലെ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കുറച്ചും കൂടി ബെറ്റർ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ മേലെയുള്ള ട്രസ്റ്റിന് ആളുകൾ കൊടുക്കുന്നത് ഒരു $1 ട്രില്യൺ സൈസാണെന്ന് വേണമെങ്കിൽ കാണാം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാവേണ്ടുന്ന ഒരു അടുത്ത ചോദ്യമുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കമ്പനികളൊക്കെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, എങ്ങനെയാണ് ഈ കമ്പനികൾ ഒരൊറ്റ ഇക്കോസിസ്റ്റമായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അവിടെ നല്ല രസകരമായിട്ടുള്ളൊരു ബാക്ക് സ്റ്റോറിയുണ്ട്. ഇതൊന്നും ഒറ്റയടിക്ക് സംഭവിച്ച കാര്യമല്ല. കുറേ ഡീലുകളിലൂടെ പതിയെ മെർജ് ചെയ്തിട്ടും മറ്റും ഒക്കെ ചെയ്തിട്ട് ഈ കമ്പനികളെ ഇയാൾ പതിയെ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവന്നതാണ്. ഈ ഡീലുകളൊക്കെ ഇങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീവ് ജോബ്സിൻ്റെ സ്പീച്ചിൽ പറഞ്ഞ പോലെ നമ്മൾ ഡോട്ട്സ് കണക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ കാണാൻ പറ്റും. ആ പാറ്റേൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറേ വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ ആദ്യം ടെസ്ല എന്നുള്ള കാർ കമ്പനിയുടെ കാര്യം നോക്കുക. ടെസ്ലയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലത്ത് പോപ്പുലർ ആയിരുന്ന കമ്പനി. എനിക്കൊന്ന് അതിന് മുൻപ് തുടങ്ങിയ കമ്പനിയാണ് സ്പേസ് എക്സ്. 2002 തുടങ്ങിയ കമ്പനിയാണ് ടെസ്ല എന്നുള്ള കാർ കമ്പനി. അദ്ദേഹത്തിൻ്റെ തന്നെ സോളാർ സിറ്റി എന്നുള്ള കമ്പനിയെ വാങ്ങിയിട്ട് അന്ന് അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് കാലമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത മേജർ അക്വസിഷൻ വന്നിട്ടുള്ളത് ട്വിറ്ററിൻ്റെ കാര്യത്തിലായിരുന്നു. ട്വിറ്ററിന് അദ്ദേഹം പിന്നീട് എക്സ് എന്ന് പേര് മാറ്റുന്നു. പിന്നെ എക്സ് അന്ന് തന്നെ ഒരുപാട് കടത്തിലൊക്കെ മുക്കിയ ഒരുപാട് ചീത്തപ്പേരൊക്കെ ഉണ്ടായിരുന്ന കമ്പനിയാണ്. പിന്നീട് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന് ഒരുപാട് കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റിയും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടായിരുന്നു. ആ ഇടയ്ക്ക് ഓപ്പൺ എ ഐയുമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എ ഐയുടെ കാര്യത്തിലൊക്കെ. അങ്ങനെ എക്സ് എ ഐ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു എ ഐ കമ്പനി തുടങ്ങി. എന്നിട്ട് ആ എ ഐ കമ്പനിക്ക് അതൊരു പുതിയ വളരെ യങ് ആയിട്ടുള്ള കമ്പനിയാണ്. ആ കമ്പനിക്ക് എക്സിൻ്റെ അസറ്റുകളൊക്കെ അദ്ദേഹം ലീസിന് കൊടുത്തു. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ നോർമലായിട്ടുള്ളൊരു ബിസിനസ്സാണ്. പക്ഷേ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ എക്സ് വലിയ കടത്തിലായിരുന്നു. എക്സിൻ്റെ വാല്യൂഷൻ നിയർലി $40 ബില്യൺ എങ്ങാണ്ട് ആ ഒരു വാല്യൂഷനിലാണ് അദ്ദേഹം അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കടത്തെ അദ്ദേഹത്തിന് മാറ്റി വെക്കാനുള്ള വളരെ തന്ത്രപരമായിട്ടുള്ളൊരു നീക്കമായിട്ട് പിന്നീട് അതിന് ഈ ഫിനാൻഷ്യൽ ലോകം വിലയിരുത്തുകയുണ്ടായി. എന്താണെന്ന് വെച്ചാൽ എക്സ് എ ഐ പിന്നീട് കുറച്ചും കൂടെ കഴിഞ്ഞ സമയത്ത് എക്സ് എ ഐ എക്സിനെ പൂർണ്ണമായിട്ട് വാങ്ങുകയും ചെയ്തു. ഇനി കുറച്ച് കാലം കൂടെ കഴിഞ്ഞപ്പോൾ നിലവിലുള്ള എ ഐ കമ്പനികളൊക്കെ ലോസ് മേക്കിംഗ് ആണെന്ന് പറഞ്ഞ പോലെ എക്സ് എ ഐയും നഷ്ടത്തിലാണ്. അപ്പോൾ അവർ $5 ബില്യൺ ഒരു പുതിയ കടമെടുക്കുന്നു. ഈ കടമെടുത്ത സമയത്ത് ആരാണ് ഇതിലേക്ക് രംഗത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്ലയാണ്. $2 ബില്യൺ റെസ്ക്യൂ പാക്കേജ് കൊടുത്തത് ടെസ്ലയാണ്. ഈ ടെസ്ല എന്താ എഗെയിൻ മസ്കിൻ്റെയാണ്. ഏറ്റവും ഒടുവിൽ ഈ വർഷം നമ്മൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ സ്പേസ് എക്സ് എ ഐയെ മൊത്തമായിട്ട് വാങ്ങി. പൈസ കൊടുത്തിട്ട് വാങ്ങിയതല്ല, പകരം ഷെയറുകൾ ഓൾ സ്റ്റോക്ക് ഡീൽ എന്ന് പറയുമല്ലോ, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ രണ്ടും കൂടി ചേർന്നിട്ട് ഈ കമ്പനിക്ക് പ്രൈവറ്റ് കമ്പനികളാണല്ലോ രണ്ടും. അപ്പോൾ അതിന് അവർ കണ്ടത് $1.25 ട്രില്യൺ വാല്യൂഷനാണ്. മസ്ക് ഇങ്ങനെ അയാളുടെ വലത് കൈ എടുത്തിട്ട് ഇടത് കൈക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഡീലുകളൊക്കെ എന്നുള്ളതാണ്. കാരണം അയാളുടെ കമ്പനികൾ തന്നെ പരസ്പരം മേർജ് ചെയ്തിട്ട് അത് $1 ട്രില്യൺ ആണെന്നൊക്കെ മൂപ്പരനെ അങ്ങോട്ട് ലോകത്തോട് അനൗൺസ് ചെയ്യുന്ന ഒരു പരിപാടി. പ്രോപ്പർലി ഒരു ചെയിൻ റിയാക്ഷൻ ഇങ്ങനെ പുള്ളി തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ ശരിക്കും ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പിക്ചർ കിട്ടും. അപ്പോൾ ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ വീക്കായി നിൽക്കുന്ന കമ്പനികളെ അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ കടങ്ങളൊക്കെ പുതിയ കമ്പനിയിലേക്ക് കൈമാറുന്നു, പുതിയ സ്ട്രക്ചറിലേക്ക് കൈമാറുന്നു. കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള പൈസ ഉണ്ടാക്കുന്ന കമ്പനികളുടെ ബാലൻസ് ഷീറ്റിലേക്ക് ആ ഭാരം കൈമാറുകയാണ്. ഇപ്പോൾ എക്സ് എ ഐ നഷ്ടത്തിലാണ്, പക്ഷേ സ്പേസ് എക്സ് ലാഭത്തിലാണ്, സ്റ്റാർലിങ്ക് പ്രോഫിറ്റിലാണ്. അപ്പോൾ സ്റ്റാർലിങ്കിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെയാണ്. അപ്പോൾ നേരെ ഈ കമ്പനികൾ രണ്ടും മെർജ് ചെയ്ത സമയത്ത് സ്പേസ് എക്സ് നഷ്ടത്തിലായി. സ്പേസ് എക്സിന് നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റുകളില്ല. അപ്പോൾ ദുർബലമായതിനൊന്നും അദ്ദേഹം കൈ വിട്ടിട്ട് അത്യാവശ്യം കപ്പാസിറ്റി ഉള്ളതിനെ മാത്രം മുൻപോട്ട് കൊണ്ടുപോകുന്നല്ല കേട്ടോ. ഇവിടെയാണ് ഈ മസ്കിൻ്റെ ഒരു പ്രത്യേകത. മസ്ക് ട്രില്യനെയറാണ്, അദ്ദേഹത്തിൻ്റെ വാല്യുവേഷൻ മുഴുവൻ പേപ്പർ വാല്യുവേഷൻ ആണെന്നൊക്കെ പറയുമ്പോഴോ സാധാരണ ബിസിനസ്സുകാരെ പോലെ അല്ല ഈ ചങ്ങാതി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ അത്യാവശ്യം പൈസ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഒരു സേഫ്റ്റിയിലേക്ക് മാറാനാണ് നമ്മൾ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക സമ്പന്നരും ശ്രദ്ധിച്ചിട്ടുള്ളത്. അതായത് എല്ലാ എഗ്സും ഒരു ബാസ്ക്കറ്റിൽ ഇടരുതെന്ന് പറഞ്ഞ പോലെ അവർ വേഗം അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യും. കുറേ ഫണ്ടുകൾ അവരെ ലൈഫിനെ സെക്യൂർ ആക്കാൻ വേണ്ടി ഉപയോഗിക്കും. പക്ഷേ ഈ ചങ്ങാതി എഗെയിൻ ആൻഡ് എഗെയിൻ അയാളുടെ കംപ്ലീറ്റ് ക്യാപിറ്റൽ റീഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ബിഗർ ബെറ്റ് അയാളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബെറ്റാണ് അയാൾ ഇതുവഴി എടുക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടാലൻറ്റ്, ഏറ്റവും നല്ല ടാലൻറ്റ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ, മെഷീനുകൾ, ഇതൊക്കെ ഈ ചങ്ങാതിയുടെ അടുത്തേക്ക് ഇങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് എത്തുന്നുണ്ട്. അയാൾ എപ്പോൾ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ വന്നിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും മിഡിൽ ഈസ്റ്റിലെ ഫണ്ടുകളുണ്ട്. ലോകത്തുള്ള ഒരുവിധ എല്ലാ ആളുകളും അതിൽ റെഡിയാണ്. ഇപ്പോൾ $75 ബില്യൺ ലോകത്തിലെ ഏറ്റവും വലിയ IPO അദ്ദേഹം അനൗൺസ് ചെയ്ത സമയത്തും
അതിലും 4 ഇരട്ടി ഓവർ സബ്സ്ക്രൈബ്ഡ് ആയി എന്ന് പറയുന്നത് വെച്ചാൽ $300 ബില്യൺ ക്യാപിറ്റലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനപ്പ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾക്കും തൊടാൻ കഴിയാത്ത ലോകത്തിൽ ഒരു പക്ഷേ ഇത്രയും ഒഡാഷ്യസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ചങ്ങാതിയാണ് ഇദ്ദേഹം. ഞാൻ ഇയാളെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, ഇത് റിയാലിറ്റിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി വെരിഫൈ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വളരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമാധാനത്തിന് പറയാം ഇയാളൊരു കള്ളനാണ്, തട്ടിപ്പുകാരനാണ്, മറ്റുള്ളൊക്കെ സംഭവമാണ്. പക്ഷേ ആദ്യ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇയാൾ പ്രൈവറ്റായി ചെയ്തിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സംഭവമല്ല ഒരു കമ്പനിയെ പബ്ലിക് ആക്കുമ്പോൾ. ഒരു കമ്പനി പബ്ലിക് ആക്കുന്ന സമയത്ത് എന്തൊക്കെ ഗോളുകളാണോ ഇയാൾ മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ മേലെ ഒരു അസാമാന്യമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കാണിക്കുകയാണ്. ഈ ചങ്ങാതി പറഞ്ഞതെല്ലാം ചെയ്യുന്ന ചങ്ങാതിയൊന്നുമല്ല, അതിൻ്റെയൊക്കെ ടൈം ലൈനിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. സ്റ്റിൽ ഇയാളുടെ മേലെ ബെറ്റ് ചെയ്യാൻ ആൾക്കാർ റെഡി ആവുന്നു എന്നുള്ളതാണ് നമ്മളെ എക്സൈറ്റഡ് ആക്കുന്ന ഭാഗവും, ഒരു പക്ഷേ അതിൽ നമ്മൾ കുറച്ചെങ്കിലും കോൺഷ്യസ് ആവുന്ന ഭാഗവും. അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പക്ഷേ അത്ര തന്നെ ഈ ഒരു ടോട്ടൽ ഗെയിമിൽ അത്ര ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ മസ്കിൻ്റെ മൂവ്മെൻറ്റുകൾ നമ്മൾ ടോട്ടലി ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറേ പാറ്റേണുകൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ പാറ്റേണുകളിലേക്ക് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ ലോകത്ത് ടോട്ടലി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേലെയുള്ള ഒരു റേസ് ഉണ്ട്. അദ്ദേഹത്തിന് സ്വന്തം AI മോഡലുണ്ട്, ഗ്രോക്ക് എന്ന് പറഞ്ഞു, XAIയുടെ കീഴിൽ. യഥാർത്ഥത്തിൽ AI റേസിൽ നിന്ന് ഗ്രോക്ക് ഒരുപാട് പിറകിലാണ്. ഗ്രോക്ക് തോറ്റുകൊണ്ടിരിക്കുകയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗ്രോക്ക് തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന പല കോർ എഞ്ചിനീയർമാരും ആ കമ്പനി വിട്ടുപോയിട്ടുണ്ട്. ടെക് മേഖലയിലുള്ള ആൾക്കാരൊന്നും ഗ്രോക്കിനെ ഇന്നൊരു കോമ്പീറ്റൻ്റ് ആയിട്ട് കാണുന്നില്ല. ഗ്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തന്നെ ഫോക്കസ്ഡ് അല്ലാത്ത ഒരു കമ്പനിയായിട്ട് പ്രോപ്പറായിട്ട് അതിന് ഗോളൊന്നും ഇല്ല എന്നുള്ള നിലയ്ക്കാണ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് കൊളാസസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റികളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ മസ്ക് ബാക്കിയുള്ളവരെക്കാൾ ഒരുപാട് മുൻപിലാണ്. കാരണം മസ്കിൻ്റെ ആക്ച്വൽ എബിലിറ്റി നല്ല ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിലാണ്. അത് ഓപ്പൺ എഐയും ക്ലോഡൊക്കെ സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ കഴിയുന്നതിനേക്കാൾ വലിയ കപ്പാസിറ്റി ഇവർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ ഏത് അറ്റം വരയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ കാര്യത്തിൽ വരെ. അപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഉണ്ടാക്കാൻ അവർക്ക് നല്ലൊരു മോഡൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതൊരു ദുരന്തമായിട്ട് മാറേണ്ടുന്ന ഒരു സിനാരിയോ ആണ്. പക്ഷേ അല്ല, അവിടെ അടുത്ത ഒരു ഹൈലൈറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇലോൺ മസ്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഗോൾഡ് റഷ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഷോവൽസ് വിൽക്കണം എന്ന് പറയൂലേ, അത് കൈക്കോട്ട് പിക്കാസൊക്കെ വിൽക്കണം. അതായത് അങ്ങനെ ഒരു നിധിവേട്ട ഉണ്ടാവുന്ന സമയത്ത് ബിസിനസ് അവിടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മസ്ക് ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആന്ത്രോപ്പിക്കും ഗൂഗിളും കൂടെ ചേർന്നിട്ട് നിയർലി 22,000 കോടി രൂപയാണ് ഒരു മാസം മസ്കിന് കൊടുക്കുന്നത്. മസ്കിൻ്റെ ഈ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവർക്കൊക്കെ ഇവരുടെ AI സ്കെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി വേണം. ഇത് ആർക്കും ഇതുപോലെ ഇയാളുടെ പോലെ ഈ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റിയും മറ്റോ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരേക്കും. അപ്പോൾ 22,000 കോടി രൂപ ഒരു മാസം ഇപ്പോൾ അവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എതിരാളികളായിട്ടുള്ള കമ്പനികൾ അവരുടെ AIയെ നിലനിർത്താൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ പൈസയുടെ ചെക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നമ്മളിതിൻ്റെ ഒരു മാക്രോ ലെവൽ വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഹ്യൂജ് കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി വേണം, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്പുകൾ വേണം. ഈ ചിപ്പുകൾ പ്രവർത്തിക്കുന്നത് ഡാറ്റാ സെൻറ്ററുകളിലാണ്. ആ ഡാറ്റാ സെൻറ്ററുകൾക്ക് ഹ്യൂജ് പവർ വേണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ മസ്ക് ആക്ച്വലി നമ്മളിതിങ്ങനെ നോക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ടോട്ടൽ പ്ലാൻ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഇതിൻ്റെ കംപ്ലീറ്റ് സപ്ലൈ ചെയിനിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പനിയല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നാം. ഇത് ലൈക്ക് അസംഷനാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കിയെങ്കിലും ഒരു വ്യക്തമായിട്ടൊരു രൂപരേഖയൊന്നും കിട്ടിയിട്ടില്ല. ബട്ട് ദെൻ നമുക്ക് പാറ്റേണുകൾ വായിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം നോക്കാം. ഇപ്പോൾ പവർ വേണോ? ടെസ്ല ഒരുപാട് വലിയ പവർ പ്ലാനുകളും മറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പവർ പാക്കുകൾ സംഭവങ്ങൾ വരുന്നുണ്ട്. ടെസ്ലയുടെ ജിഗാ ഫാക്ടറികൾ ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ കാറുകൾ, ഇലക്ട്രിക് കാറുകളുടെ ബാറ്ററി ഈവൻ അത് കാറുകൾ ഡംപ് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റിൽ അതിനൊരു 70 to 80% കപ്പാസിറ്റി ബാക്കിയുണ്ടാകും. അത് ഡാറ്റാ സെൻറ്ററുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളൊരു പോസിബിലിറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ചിപ്പുകൾ വേണോ? ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് മാനുഫാക്ചറിങ് കപ്പാസിറ്റി ടെറാഫാബുകൾ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡാറ്റാ സെൻറ്ററുകൾ വേണോ? നിലവിൽ XAIയുടെ കയ്യിൽ കുറേ ഡാറ്റാ സെൻറ്ററുകളുണ്ട്. ഇനി അതൊന്നുമല്ല, സ്പേസിൽ സോളാർ പവേർഡ് ആയിട്ടുള്ള ഡാറ്റാ സെൻറ്ററുകളാണ് ഞങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളിങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഓട്ടമത്സരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓട്ടമത്സരത്തിൽ ഫസ്റ്റ് ആവാനല്ല ഇയാൾ നോക്കുന്നത്. ഓട്ടമത്സരം നടക്കുന്ന ട്രാക്ക് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി അയാളുടെ ഇതാക്കാൻ നോക്കുന്ന ഒരു പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണോ എന്നൊക്കെ തോന്നുന്ന സമയത്ത് അല്ല, ഇതൊരു പ്രോപ്പർ എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജിയാണ് എന്നുള്ളത് നമുക്ക് എഗെയിൻ മനസ്സിലാക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഇതിലേക്ക് തന്നെ നോക്കാം. കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റിയുടെ കാര്യത്തിൽ എന്താണ് ഡാറ്റാ സെൻറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം?
ചൂടാണ്, വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ചുള്ള പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റാ സെൻറ്റർ ഉരുകി പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ തണുപ്പിക്കാൻ നല്ല എനർജി വേണം, വെള്ളം വേണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നില്ലേ. ശരിക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് കൂട്ടി വായിക്കണം. ലോകത്തിപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ബഹിരാകാശത്തേക്ക് ഇന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന ഏക കമ്പനി ഏതാ? US ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ലോകത്ത് നടക്കുന്ന ടോട്ടൽ എന്താ പറയുക ലോഞ്ചുകളുടെ more than 50% ഹാൻഡിൽ ചെയ്യുന്ന ഒറ്റ കമ്പനി സ്പേസ് എക്സ്. ആ കമ്പനിയാണ് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന കമ്പനി. ഒന്നത്. രണ്ടാമത്തേത് എന്താണ്? ബഹിരാകാശത്ത് സൂര്യപ്രകാശം ഇഷ്ടം പോലെ ഉണ്ട്, ആ എനർജി ഫ്രീ ആണ്. മാത്രമാണോ? അല്ല, ബഹിരാകാശത്ത് നല്ല തണുപ്പുണ്ട്. ഡാറ്റാ സെൻറ്ററുകൾക്ക് എന്തിനാണോ കൂടുതൽ പവർ വേണ്ടി വരുന്നത് ആ സാധനം അവിടെ ഇഷ്ടം പോലെയുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു റോക്കറ്റ് കമ്പനി, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയെ വിലക്ക് വാങ്ങുന്നു എന്നുള്ള ഒരു ഭാഗം, അത് ഈ ലോസ് കവർ ചെയ്യാൻ വേണ്ടി വാങ്ങുന്നു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. ബട്ട് ദെൻ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഭാവിയിൽ ഇനിയും AI മുന്നോട്ട് പോകുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്ന വലിയ സൂപ്പർ കമ്പ്യൂട്ടറുകളുണ്ടല്ലോ. ഇപ്പോൾ തന്നെ ഡെവലപ്ഡ് വേൾഡിൽ ഡാറ്റാ സെൻറ്ററുകൾക്കെതിരെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ മുൻപ് പറഞ്ഞു. ഇപ്പോൾ ഡെവലപ്പിംഗ് വേൾഡിലേക്ക് അവരുടെ ബാധ്യതകളൊക്കെ ഇനി നമ്മുടെ മേലേക്ക് കെട്ടിവെക്കും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിൽ ഡാറ്റാ സെൻറ്ററൊക്കെ വരുമ്പോൾ നമുക്ക് മോഡലൊന്നുമില്ല. അപ്പോൾ അവരെ മോഡൽ ഇവിടെ റൺ ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും അവരെ നാട്ടിലുണ്ടാവേണ്ടുന്ന എനർജി ക്രൈസിസും വാട്ടർ ക്രൈസിസും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് മുൻപ് ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മസ്ക് പറയുന്നത് കുറച്ചും കൂടെ അംബീഷ്യസ് ആയിട്ടുള്ള ഗോളാണ്. എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ ഇത്തരം സൂപ്പർ കമ്പ്യൂട്ടറുകൾ വെക്കാൻ വേണ്ടുന്ന സ്ഥലമില്ല, എനർജി ഇല്ല, മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്പേസിൽ വെക്കാം. ലോകത്ത് ഒരു സോളാർ ഡാറ്റാ സെൻറ്ററുകൾ ക്രിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും കപ്പാസിറ്റി നിലവിലുണ്ടെങ്കിൽ ഇന്നത് ഫസ്റ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന കമ്പനി മസ്കിൻ്റേതാണ്. അപ്പോൾ എഗെയിൻ നമുക്കിതൊക്കെ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വലിയ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 20 വർഷത്തിലധികമായിട്ട് പ്രൈവറ്റ് കമ്പനി ആയിട്ടുണ്ടായിരുന്ന സ്പേസ് എക്സ് എന്തുകൊണ്ടാണ് ഇപ്പോൾ പബ്ലിക് ആകാൻ പോകുന്നു എന്നുള്ളതാണ്. സാധാരണ നിക്ഷേപകരിലേക്ക് എന്തുകൊണ്ട് അവരിപ്പോൾ വരുന്നു എന്നുള്ളതാണ്. ഇത് കാരണം എന്താ വെച്ചാൽ ഒന്ന് പൊട്ടാൻ നോക്കുന്ന സമയത്ത് വേഗം പബ്ലിക് എന്ന് ക്യാഷ് ഔട്ട് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആ ഒരു പോയിന്റിനെ കുറിച്ചാണ്. മസ്കിനോട് ഇതേ ചോദ്യം ചോദിച്ച സമയത്ത് വൈ യു ആർ ബിക്കമിങ് പബ്ലിക് നൗ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ പൈസ വേണം, ഒരുപാട് പൈസ വേണം. എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് അടുത്ത രസകരമായിട്ടുള്ളൊരു ഭാഗമുള്ളത്. അയാളുടെ ഇനി അടുത്ത മേജർ പ്രോജക്റ്റായിട്ട് പറയുന്നത് ടെറാഫാബാണ്. ടെറാഫാബ് എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ യൂണിറ്റാണ്. ലോകത്തിലെ ഇതുവരേക്കുള്ളതിനേക്കാൾ ഇപ്പോൾ TSMCയും മറ്റൊക്കെ ആണല്ലോ NVIDIAക്കും മറ്റൊക്കെ വേണ്ടി തായ്വാനിൽ വലിയ രീതിയിൽ പ്രൊഡക്ഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കപ്പാസിറ്റി ഇന്ന് കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ക്യാപിറ്റൽ ഹെവി ആയിട്ടുള്ള ഒരു സാധനമാണ്. സിലിക്കൺ ചിപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ASML മാത്രമാണ് അത് ഉണ്ടാക്കുന്ന ഫാബ്രിക്കേഷൻ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചൊക്കെ മുൻപ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ തുടങ്ങാൻ തന്നെ ഏകദേശം $55 ബില്യൺ വേണം. അപ്പോൾ ഇയാളിത് തുടങ്ങാൻ പോകുക എന്നുള്ളതാണ്. ഇനി അതിന് ക്യാപിറ്റൽ വേണം. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏകദേശം $5 ട്രില്യൺ വേണത്രേ. അതായത് ഇപ്പോൾ ഇന്ത്യയുടേത് 4 ട്രില്യൺ ആണെന്ന് പറയുന്നില്ലേ, ജർമ്മനിയുടേത് 5 ട്രില്യൺ നിയർലി ആ സൈസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജർമ്മനിയുടെ ഒരു കംപ്ലീറ്റ് ഒരു വർഷത്തെ സമ്പദ് വ്യവസ്ഥ അത്രയും ഫണ്ട് വേണം, GDP വേണം ഈ ഒരു യാഥാർത്ഥ്യമാണ്, ഈ ടെറാഫാബ് യാഥാർത്ഥ്യമാവണമെന്നുണ്ടെങ്കിൽ. ബട്ട് ദെൻ അതിനും ആൾക്കാർ റെഡിയുണ്ട്. ഇന്റൽ അവരുമായിട്ട് അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു. ഈ നേരത്തെ പറഞ്ഞ ASML അവരുമായിട്ട് അവരുടെ എഞ്ചിനീയേഴ്സും ഇവരും തമ്മിൽ ഡിസ്കഷൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ 5 ട്രില്യൺ എന്നുള്ള ഫണ്ട് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ലോകത്ത് എത്ര വലിയ കോടീശ്വരനാണെന്നുണ്ടെങ്കിലും ഇയാളുടെ നിലവിലുള്ള എല്ലാ കമ്പനികളും വിറ്റാൽ പോലും അത്ര ഫണ്ട് കിട്ടണമെന്നില്ല. ബട്ട് ദെൻ ഇയാൾക്ക് മാർക്കറ്റിൽ നേരത്തെ പറഞ്ഞ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ട്രസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഇതിലെ വലിയ ഫണ്ടും അയാൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിരിക്കണം നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മിക്ക ഫൗണ്ടേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അത്യാവശ്യമൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 1 ബില്യണും 2 ബില്യണും 100ഉം 200ഉം ബില്യണും തമ്മിലൊന്നും ഒരാളുടെ ലൈഫിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടാവില്ല. ബട്ട് ദെൻ അയാൾക്ക് കിട്ടുന്ന ലെവറേജുകളിൽ ഇങ്ങനെ ഓരോ പോയിന്റിലും മാറ്റം ഉണ്ടാവും. അപ്പോൾ ബട്ട് ദെൻ മസ്കിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ ഡിഫറൻ്റ് ആണ്. മസ്ക് ടൈം ലൈൻസിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് ഉപയോഗിക്കുന്ന ആളാണ്. മുൻപ് അദ്ദേഹം ഇങ്ങനെ ട്വിറ്ററിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ട്വിറ്റർ പോലത്തെ ഒരു ആപ്പ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അതിന് വേണ്ടുന്ന ടാലൻറ്റും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന് നല്ല റീച്ച് ഉണ്ട്. ഇനി അയാൾ പോയിട്ടൊരു സംഭവം തുടങ്ങിക്കഴിഞ്ഞാലും അതിനൊക്കെ പോസിബിലിറ്റി ഉണ്ട്. ബട്ട് ദെൻ ടൈം ലൈന് കംപ്രസ് ചെയ്യുക. നോർമലി ഇങ്ങനത്തെ ഒരു സംഭവം എടുത്തിട്ട് ഒരു 5 കൊല്ലം എടുക്കും ഇതിനെങ്ങനെ മാർക്കറ്റിൽ കംപ്ലീറ്റ്ലി ലെവലാക്കി എക്സ് പോലത്തെ ഒരു പൊസിഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ കമ്പനി അങ്ങ് വാങ്ങിയിട്ട് ആ ടൈം ലൈനെ കംപ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മസ്ക് ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ടൈം ലൈന് കംപ്രസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇയാൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളൊന്നും ഫണ്ട് എടുത്തിട്ട് ലക്ഷറിയിലേക്കോ മറ്റോ മൂവ് ചെയ്യുന്നില്ല. ഏകദേശം ഇപ്പോൾ 55 വയസ്സുള്ള ചങ്ങാതിയാണ്. ഇനി ഏത് പ്രായത്തിലാണ് ഇയാൾ ജീവിതം എൻജോയ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ എൻജോയ്മെൻറ്റേ ഇതാണ്. അപ്പോൾ ഇയാൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ സ്പേസ് എക്സിൻ്റെ IPO എന്ന് പറയുന്നത് ചിലപ്പോൾ അയാളുടെ ഒരു ഗ്രാൻഡ് പ്ലാൻ ഓഫ് തിങ്സിൽ ഒരു പക്ഷേ അതിന് വേണ്ടുന്ന ഒരു ഫ്യൂൽ സ്റ്റോപ്പ് ആയിട്ടായിരിക്കും അദ്ദേഹം ഒരു പക്ഷേ ഇതെല്ലാം കാണുന്നത്.